ദിലീപേട്ട. ദിലീപേട്ടൻ എന്ന ഞങ്ങളുടെ ഈ ഷോയിലേക്ക് പുട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. പുതിയ പ്രയോഗമുള്ള ദിലീപേട്ടൻ അല്ല, കാരണം പുട്ടെന്ന് കേൾക്കുമ്പോ എനിക്കൊന്ന് ലോക മലയാളികളുടെ മനസ്സിലേക്ക് നമുക്ക് ദിലീപേട്ടന്റെ മുഖമാണ് ഇങ്ങനെ ഓർമ്മ കടന്നിങ്ങനെ ചാടിക്കേറി വരുന്ന ദിലീപേട്ടന്റെ മുഖമാണ്. ശരിക്കും പുട്ടില് എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. വെറുതെ കാണുന്ന അല്ലാതെ ദിലീപ്സ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് എന്റർടൈൻമെന്റ്സ് എന്നുള്ള സാധനമുണ്ട്. അതാണല്ലേ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ അതേന്നേ ഒന്ന് നോക്കൂന്നേ അല്ലല്ലേ, ഇതൊരു ബ്രാൻഡഡ് DHC ആണ്. അതാണ് കേട്ടോ, ആ ബ്രാൻഡാണ് ആ എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാര്യം എത്രയോ നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയ തൊട്ട് ഏറ്റവും കൂടുതൽ അവര് ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് ദിലീപേട്ടനെയാണ്. പിന്നെ ദിലീപേട്ടനെ പിടി തരുന്നില്ല ദിലീപേട്ടൻ ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ ഇവിടെ നിന്ന് നിരന്തരം മെസ്സേജ് അയക്കുക, ശല്യം ചെയ്യുക, ദിലീപേട്ടൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് തങ്കമണി റിലീസ് ആവാനിരിക്കുന്ന ഈ ഒരു വളരെ ഹാപ്പി മൊമെന്റിലാണ് ദിലീപേട്ടൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ആദ്യം തന്നെ പറയണം, നമ്മൾ കൊച്ചിയിലുള്ള ദിലീപേട്ടന്റെ പുട്ടിന്റെ ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. സോ ഈ ഒരു എനിക്ക് തോന്നുന്നു പുട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. തീർച്ചയായിട്ടും അല്ലേ ദിലീപേട്ട, തങ്കമണിനെ പറ്റി ഒന്ന് നമുക്കറിയണം. തങ്കമണി ഒരു പെണ്ണിന്റെ പേരല്ല. അല്ല അല്ല, അത് പിന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടോ വിചാരിച്ചു, ഇനി ദിലീപേട്ടന്റെ ക്യാരക്ടറിന്റെ വട്ടപ്പേരാണോ ലേഡി അങ്ങനെയൊക്കെ വിചാരിച്ചു. കേരള സമൂഹത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പേര് തന്നെയാണ് തങ്കമണി. അത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള തങ്കമണി നല്ലൊരു ഗ്രാമമാണ്. 1986 ആ ഗ്രാമം ഒരു രാത്രിയിൽ അനുഭവിച്ച വേദനയാണ് സത്യത്തിൽ ഈ സിനിമയിലൂടെ പറയുന്നത്. ഇതൊക്കെ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു. ഇത് ഈ 1986 ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയം. അപ്പോൾ നമുക്ക് കട്ടപ്പന എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ളൊരു സ്ഥലമാണ്. കാരണം നമ്മൾ ഈ ഇട്ടപ്പെട്ട ചുറ്റുവട്ടത്ത് നടക്കുക എന്നല്ലാതെ നമുക്കങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്നൊരവസ്ഥയിലൊന്നും ആയിരുന്നില്ല എന്നത്. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളത് മാത്രമായിരുന്നു. മറ്റൊക്കെ കേട്ടറിവുകളും പത്രത്തിൽ കാണുക എന്നൊക്കെ ഉള്ളതുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ തങ്കമണീനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ശരിക്കും അന്നത്തെ തങ്കമണിയിൽ നിന്ന് ഇപ്പോൾ ഉള്ള തങ്കമണിയിലേക്കുള്ള അവരുടെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ. അവിടെ നിന്ന് ശരിക്കും തല്ലി തകർത്ത് തവിടുകൂടിയാക്കി ഒരു തങ്കമണി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത്, അവിടെ നിന്ന് ഒരു വളർച്ചയിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് പ്രത്യേക ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുകയെന്ന് പറയില്ലേ. അവിടെ ഇപ്പോഴും അന്നുണ്ടായിരുന്ന ഇത് ഫേസ് ചെയ്ത ആൾക്കാരുടെ അവരും അവരുടെ തലമുറകളും ഒക്കെ ഉണ്ട് ഇപ്പോൾ. മനസ്സിലായി? ഒരു ആബേൽ ജോഷോമാത്ത് എന്ന് പറഞ്ഞ ആളുടെ രീതിയിലുള്ള ഒരു അയാളുടെ ലവ് സ്റ്റോറിയും അയാളുടെ സൗഹൃദങ്ങളും അതിലൂടെയാണ് നമ്മൾ തങ്കമണിനെ കുറിച്ച് പറയുന്നത്. തങ്കമണി അതാണ്. ദിലീപേട്ട ആദ്യത്തെ പുട്ടിലെ ഒരു ഐറ്റം ഇവിടെ എത്തി. ദിലീപേട്ട ഐസ്ഡ് ടീ ആണ് കേട്ടോ. ദിലീപേട്ട ചീസ് പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ചെറുതായിട്ട് ഇത് വേറെ ഒന്നും അല്ലട്ടാ. ഒന്നുമില്ല, ഇതിനകത്ത് അതൊന്നുമില്ല, ഒരു സാധനമില്ല, വെറുതെ ഒരു ചീസ്. പറയാതിരിക്കാൻ വയ്യ. ഈ ചൂടുള്ള സമയത്ത് ഇത് കഴിച്ചപ്പോ നമുക്ക് ഇറങ്ങിപ്പോകുന്ന അറിയുന്നില്ലേ. അതാണ് എന്റെ ഒരു സുഖം. എനിക്ക് തോന്നുന്നു ലെമണിന്റെയും ആ മിന്റിന്റെയും എസൻസ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ദിലീപേട്ടൻ. പിന്നെ ഒരു ചെറി വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയാ, ദിലീപേട്ടൻ പറഞ്ഞാൽ നല്ല ഈ ഒരു ക്ലൈമറ്റിന് ദി ബെസ്റ്റ് ഡ്രിങ്ക് ഇതായിരിക്കും. വന്ന് കേറിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഓർഡർ ചെയ്യാം. ഐസ്ഡ് ടീ ആണ്. സോ നിറയെ ഐസ് ക്യൂബ്സ് ഒക്കെ പൊട്ടിച്ചിട്ട് ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഒരു സുഖം കിട്ടൂല, ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. ആണ് കുളിർമ. ദിലീപേട്ടൻ ഈ പറയുമ്പോ എന്ന് കണ്ടാൽ എന്താണ് ഡയറ്റ് മന്ത്രം പറഞ്ഞ എന്നോട് പറയണം പ്ലീസ്. എന്താണ് ഈ ഇത്രയും സൗന്ദര്യം, ഇത്രയും ചെറുപ്പം കാത്തു സൂക്ഷിക്കേണ്ട ആ എലിമെന്റ് എന്താണ്? എങ്ങനെയാണ് ഹൗസ് യുവർ ഡേ ഡയറ്റ്? എങ്ങനെയാണ് ദിലീപേട്ടന്റെ? അയ്യോ അങ്ങനെയൊന്നുമില്ല. അയ്യോ ഒന്നുമില്ല, ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് നമ്മളിങ്ങനെ വളരെ കൂളായിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വന്നു കയറുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രക്രിയയുടെ ഫലമായിട്ടൊക്കെയാണ് ഇങ്ങനെ. അല്ല, എന്നാലും രാവിലെ എന്തായിരിക്കും ദിലീപേട്ടൻ കഴിക്കുന്നത് പൊതുവെ? ഇപ്പൊ വീട്ടിലുള്ള ഒരു ദിവസം ഞാൻ സാധാരണ പോലെ പുട്ട്, കടല, അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, ആവിയിലൊക്കെ കുക്ക് ചെയ്തത് കൂടുതലും നമ്മള് എല്ലാവരും പറഞ്ഞില്ലേ. പിന്നെ അതുപോലെ ചില ദിവസങ്ങൾ പഴങ്കഞ്ഞൊക്കെ എടുത്ത് കുടിക്കും. ആണല്ലേ? കാരണം ഏറ്റവും നല്ലതല്ലേ. ഉച്ചയാകുമ്പോൾ ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ, അതോ ചപ്പാത്തി ആൾട്ടർനേറ്റീവ് ആയിട്ടോ? ഇല്ല, എനിക്ക് ചോറ് വേണം. അതിപ്പോ ഇപ്പൊ കുറച്ചേ കഴിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ കേരളത്തിലെ ആളുകൾ എപ്പോഴും ചോറിനാണല്ലോ പ്രാധാന്യം കൊടുക്കുക.
എല്ലാവരും പറയണ ഇപ്പോൾ ഡയറ്റീഷ്യനോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കൂ, അല്ലെങ്കിൽ ഫിഷോ ചിക്കനോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കൂ എന്ന് വെച്ചാൽ പ്രോട്ടീൻസിന് പ്രാധാന്യം കൊടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കാബ്സ് കട്ട് ചെയ്തിട്ട് ഉള്ള ഇത് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഭയങ്കര ടയറിംഗ് ആയിട്ടൊക്കെ തോന്നും. അപ്പൊ നമ്മൾ ഭയങ്കര ഇതാവും. അത് ചോറ് ഇത്തിരി വേണം, ചോറ് നമുക്ക് വേണം, ഇച്ചിരി വേണം, അത് വേണം. ഇച്ചിരി മീൻകറിയും കൂടെ ഒക്കെ ആണെങ്കിൽ ചില ദിവസങ്ങൾ ഞാനങ്ങനെ ഫുൾ ടൈം നോൺ വെജ് ഒന്നും അല്ല, ആഴ്ചയിൽ 4 ദിവസമൊക്കെ ചിലപ്പോ വെജ് ഒക്കെയാണ് അങ്ങനെയൊക്കെ പോകുന്നത്. എന്നാലും കാവ്യ ചേച്ചിക്കാരുടെ നീലേശ്വരം ആയതുകൊണ്ട് അവിടുത്തെ ഏതെങ്കിലും തനതായിട്ടുള്ള നോൺ വെജോ വെജോ ദിലീപേട്ടന് അല്ല, ആള് നേരത്തെ വരുന്ന സമയത്ത് അങ്ങനെ കറികളും ഒന്നുമല്ല, പക്ഷെ ഇപ്പൊ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കി തരാം, നല്ല ടേസ്റ്റും. എന്നോട് പറഞ്ഞ സദ്യ പോലെ ഫുൾ ഓണത്തിനൊക്കെ സദ്യ പോലെ. ആ കോവിഡ് സമയത്തൊക്കെ ശരിക്കും ആ സമയത്ത് നമ്മള് 10-13 പേർക്ക് ആള് ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു പറയൂലേ. ഇനി സ്റ്റാർട്ടറിന്റെ വരവാണ് ദിലീപേട്ട. നമ്മൾ ഐസ്ഡ് ടീ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഐസ് ടീ ഇടയ്ക്കിടയ്ക്ക് ഐസ് ടീ കുടിക്കാം. ഇത് ദിലീപേട്ട ഇത് എനിക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഞാനും എന്റെ കെട്ടിയവനും ഇവിടുത്തെ സ്ഥിരം കടികളാണ്. അതുകൊണ്ട് ഈ മൊത്തം ലിസ്റ്റ് ഞങ്ങൾക്കറിയാം. ചിക്കൻ ടെമ്പൂറയാണ് ഇവിടുത്തെ സ്റ്റാർട്ടറിൽ. ദിലീപേട്ട എന്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് ഹിയർ ഇൻ ദേപ്പുട്ട് ചിക്കൻ ടെമ്പൂറ. ദിലീപേട്ടൻ ഇവിടുത്തെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം. ഇന്ന് ഞാൻ ചിക്കൻ ടെമ്പൂറ കഴിക്കുന്നില്ല, കാരണം ഞാൻ ഇന്ന് വെജാണ്. അതുകൊണ്ട് വെജാണ് ഞാൻ. ചിക്കൻ ടെമ്പൂറ കഴിച്ചു. ഞാൻ അതും കൂടെ കഴിക്കേണ്ടി വരുമല്ലോ. കഴിച്ചു. ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു, സോസേജ് കിട്ടും. ഞാൻ സ്ഥിരം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. എറണാകുളം ഭാഗത്തുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഊണ് ഞാൻ ഇവിടുന്ന് തന്നെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം, പിന്നെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചു നോക്കും, ഇവിടെ എന്താ സംഭവിക്കണെന്നും കൂടി നമ്മൾ അറിയണമല്ലോ, നമ്മൾ ഉത്തരം പറയണമല്ലോ. അതുകൊണ്ട് ഈ വെജ് എങ്ങനെ എന്തെങ്കിലും റിച്വൽ ആയിട്ട് എടുക്കുന്നതാണോ അതോ ഇടയ്ക്കിടയ്ക്ക്? കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. അത് ചില ദിവസങ്ങളിൽ വെജ് മാത്രമേ ഉള്ളൂ, വെജേ കഴിക്കാറുള്ളൂ. ഞാൻ കഴിക്കുന്നോണ്ട് ദിലീപേട്ടന് ഒരു പ്രശ്നമില്ലല്ലോ. അതല്ല, നമ്മൾ കഴിക്കണം, നിങ്ങൾ കഴിച്ചാലേ നമുക്ക് സന്തോഷമാവുള്ളൂ. ഇത് കഴിഞ്ഞ ബില്ലൊക്കെ തരണ്ടല്ലേ എനിക്ക്. അയ്യോ ഞാനാണെങ്കിൽ പൈസ കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ ഉള്ളതല്ലേ, പേഴ്സിലൊക്കെ എന്തിരിക്കണം. ദിലീപേട്ടന്റെ ഇപ്പോഴും വന്നാലും കാണുന്ന ഒരു പടമുണ്ട്, മീനത്തിൽ താലികെട്ട്. എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. ഭയങ്കര ലൈറ്റ് ഒരു കോമഡി, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഫാമിലി ഇമോഷൻസ്. അന്ന് നമ്മള് ഞാനിങ്ങനെ ഉണ്ടാക്കിയ ഒരു തമിഴ് പടം കണ്ടപ്പോൾ കിട്ടിയ ഒരു ത്രെഡാണത്. അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് കോർത്ത് എൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുൾ നമ്മളിങ്ങനെ എന്നെ ഒരു ഇതുണ്ടാക്കി. സെക്കൻഡ് ഹാഫ് പിന്നെ ലാൽ ജോസും ഞാനോടിയാണ് അത് ഫുള്ളായിട്ട് എഴുതിയത്. AK സാജൻ AK സന്തോഷാണ്. രസമായിട്ട് എനിക്ക് അതിനകത്ത് ഒരുപാട് ഡയലോഗ് അവരെ എഴുതിയത് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ വൺ ലൈൻ പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നതിനേക്കാളും ഡയലോഗ്സ് എഴുതുന്ന വേറൊരു കലയാണല്ലോ. ഞാനിങ്ങനെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയിട്ട് ആണല്ലോ, മറ്റേ അയാളുടെ പെങ്ങളെയും കല്യാണം കഴിച്ചുകൊണ്ട് മറ്റേ വരികയാണല്ലോ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ അമ്പിളിച്ചേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പുള്ളി മാഷാണല്ലോ, ഇങ്ങനെ മാഷേ എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത്, അത് നീ പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് വീട്ടിൽ പോവാൻ, അതിലൊന്നും ചാടിയാ പോരെ എന്നൊക്കെ ചോദിക്കുന്നത്. ഏട്ടന്റെ ആ സീക്വൻസ് ഇപ്പോഴും ഉണ്ട്. സലീമേട്ടൻ യു മീൻ ഐലമീൻ ചാളമീൻ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ മാറി ഇന്ന് ചിരിക്കുന്നത് അതേപോലെ പടത്തിലുണ്ട്. ഒരുപാട് പടത്തിൽ ഞാൻ ചിരിച്ചിട്ടുണ്ട്. അങ്ങനെ സലീമേട്ടൻ അല്ലാതെ അതുപോലെ തന്നെ കൈവിട്ട് ചിരിച്ചു പോയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും ഒപ്പം നിന്ന് പെർഫോം ചെയ്യുന്നതിൽ. ഞാൻ ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച പല പടങ്ങളും ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇന്നസെന്റ് ഏട്ടൻ്റെ ഞാൻ ചിരിച്ചിട്ടുണ്ട്. കാരണം ടേക്കിൽ കാണുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ കൺട്രോൾ പോയിട്ടുണ്ട്. ചില സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം പറയും എന്തുവാടെ എന്ന് വെച്ചിട്ട് അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത്. കാരണം ഈ ടൈമിങ്ങിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നതേ, ഒരെണ്ണത്തിൽ ഒരു സിഗരറ്റ് എടുത്തിട്ട് വലിക്കുന്നതാണ് അമ്പിളിച്ചേട്ടൻ. കുടുംബക്കോടതി ഏതിലും ആണത്. സിഗരറ്റ് എടുത്ത് വലിച്ചിട്ട് ഈ സിഗരറ്റ് ഒന്ന് വലിക്കണത് ഈ സിഗരറ്റ് അണ്ണാക്കിലേക്ക് പോയി. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടേ, കാരണം എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറയും, അമ്പിളിച്ചേട്ടാ എന്താ ചെയ്യാൻ പറഞ്ഞത് എന്നോടൊന്ന് പറയുമോ പ്ലീസ്, എനിക്കൊന്ന് പ്രിപ്പയർഡ് ആവാൻ. അപ്പം ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴല്ല ഞാനിങ്ങനെ കയ്യൊക്കെ പിടിച്ച് ഞെക്കിയിട്ടൊക്കെ എനിക്ക് നിൽക്കണം, വേദനിപ്പിച്ചിട്ട്. കാരണം ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കണം.
എൻ്റെ ഉള്ളിൽ ഫുൾ ചിരിയില ഞാൻ നിൽക്കണേ. അതുമല്ല, ദിലീപേട്ട ഭയങ്കര മനസ്സറിഞ്ഞാണ് ചിരിക്കുന്നത്. അപ്പൊ ദിലീപേട്ട കണ്ണൊക്കെ ഇങ്ങനെ നിറയും. നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടേ സാർ കണ്ണീന്നൊക്കെ വെള്ളം വരുന്ന അവസ്ഥ ദിലീപേട്ടൻ ചിരിച്ചു കളയല്ല. ചെറിയൊരു ചിരിയല്ല ഈ പറയുന്നത് കേട്ടോ. അതുപോലെ ഇന്നസെൻസ് സാറിന്റെ കൂടെ അങ്ങനെ ചിരിച്ചു പോയിട്ട് വിട്ടു പോയിട്ട് നമ്മൾ മാറിപ്പോയി. പിന്നെ കുറെ കഴിഞ്ഞ് റീഗെയിൻ ആയി വന്ന് ചെയ്ത്. അല്ലല്ല, അത് ഇന്നസെന്റിന്റെ കൂടെ ഒരുപാടുണ്ട്. ഞാൻ ചിരിച്ചിട്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ച കലാഭവനി ഞാൻ ഓടി ചിരിച്ചതിനാ. ഏത് ഷോട്ടായിരുന്നു കേട്ടോ? ഉല്ലാസ പൊങ്കാറ്റില് തിലകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ്. ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിലകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ് ഉള്ള ഷോട്ടാണ്. തിലകൻ ചേട്ടൻ എന്തോ പറയുന്നു. അപ്പൊ ഞങ്ങള് രണ്ടുപേരോട് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്തോ എക്സ്പ്രഷനാണ്. ഷോട്ട് വെക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ രണ്ടുപേരെ കൗണ്ടർ എടുക്കണം. ഞാൻ ചേട്ടൻ്റെ വിട്ടു, ഞങ്ങളുടെ രണ്ട് സെപ്പറേറ്റ് ഷോട്ടാണ്. അപ്പോൾ എന്തു ഇത് വെച്ചപ്പോൾ മണി പറഞ്ഞു. ഞാൻ അപ്പം തന്നെ എൻ്റെ കൗണ്ടർ പറഞ്ഞു. കൗണ്ടർ പറഞ്ഞോടെ മണി ഒരു ചിരി കൊടുക്കിയിട്ട് ഞാനും അപ്പോഴേ അത് ഓർത്ത് ചിരിച്ചു പോയത്. പിന്നെന്താ വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ആ തമാശയുടെ വിഷ്വൽ ഓർമ്മ വന്നിട്ട് പിന്നെ ശരിക്കും നിർത്താൻ പറ്റില്ല. കുറച്ച് ഓക്കെ 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 കടേ കടേ വൺ മാർ എന്ന് പറഞ്ഞാൽ കുറെ. പക്ഷെ ഈ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ചിരി തുടങ്ങും. മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, പക്ഷെ മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റില്ല ഷോട്ടിന്. അങ്ങനെ അവസാനം അവർ ചിരിച്ച് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പുള്ളി വിചാരിച്ചത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിരി നിർത്തും. ജനറൽ ട്രോഫി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ചിരി മാറില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തുപോയി കുറെ ചിരിച്ച് വന്നിട്ട് റെഡി അങ്ങനെ. അല്ല, അതാണ് ദിലീപേട്ട കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. ദിലീപേട്ട ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ. അതുപോലെ തന്നെ ചന്ദനം ഉദിക്കുന്ന ദിക്കിൽ കാവേച്ചി ആയിരുന്നില്ല, ശാലിനെ ആയിരുന്നു ആദ്യം പരിഗണിച്ച എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ കുത്തിപ്പോക്കുന്നുണ്ട്. ആദ്യം ശരിക്കും മീനത്തിൽ തലയെട്ടില്ല ശാലിനിയായിരുന്നു. മീനത്തിൽ താലികെട്ടില്ല അല്ലേ? ആ സമയത്ത് മീനത്തിൽ താലികെട്ടും നക്ഷത്ര താരാട്ടും ഞാൻ രണ്ടും കമ്മിറ്റ് ചെയ്ത പടങ്ങളായിരുന്നു. അപ്പൊ ആ സമയത്ത് മീനത്തിൽ താലികെട്ട് കഴിഞ്ഞിട്ട് നക്ഷത്ര ആ പടം ചെയ്യാന്നുള്ള സംഭവം വന്നപ്പോഴാണ് പെട്ടെന്ന് അവര് പിന്നെ അത് ചാക്കോച്ചനാണ് ആ വേഷം ചെയ്തതല്ല. ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിറ്റാലിയായിട്ട് നമ്മൾ സംസാരിച്ച് വെച്ചിരുന്നത് ആ സമയത്ത് എനിക്കത് ആദ്യം നമ്മൾ ആ ടീം സംസാരിച്ചത് മഞ്ജുവിനോടായിരുന്നു സംശയമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശാലിനിയാണ് ഫിക്സ് ആ ഒരു സംസാരമായത്. പക്ഷെ അപ്പോഴേക്കും പിന്നെ നിറമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ. അപ്പോൾ പിന്നെ ആ കോമ്പിനേഷനിലേക്ക് ഇതായിട്ട് പിന്നെ അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വെച്ചാൽ ഈ പുഴയും കിടന്നിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു തോന്നുന്നു ഈ പടം. നക്ഷത്ര താരാട്ടല്ലേ ആ പടം തിലകൻ ചേട്ടന്. ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാരണം എൻ്റെ അടുത്ത് അതിൻ്റെ ആ ത്രെഡ് ആദ്യം എന്ന് പറയുന്നത് മീശമാധവന്റെ പ്രൊഡ്യൂസറായ സുധീഷാണ്. നമ്മൾ മക്കളെയൊക്കെ അല്ലേ ദത്തെടുക്കുക, അച്ഛനമ്മേനെ ദത്തെടുക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും പിന്നെ അതിനെ ബേസ് ചെയ്ത് വേറെ ആൾ കഥ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു തോട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ശരിക്കും അന്ന് നമുക്ക് പിന്നെ ഹീറോയിൻ ഇല്ലാണ്ടായിപ്പോയി. എന്നിട്ട് പിന്നെ നമ്മൾ ഗുഡ് നൈറ്റ് മോഹനേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് സിനിമ തുടങ്ങുകയും വേണം. അങ്ങനെയാണ് സുലേഖ എന്ന് പറഞ്ഞ കുട്ടിയാന്ന് തോന്നുന്നു അതിൽ അഭിനയിച്ച് ആ കുട്ടി വരുന്നത്. അപ്പം കുട്ടി മലയാളിയല്ല. അപ്പോൾ ഈ ലാംഗ്വേജ് പ്രോബ്ലം നാച്ചുറൽ ഉണ്ടാവും. അപ്പം അതാണ് അതിനകത്ത് ഒരു പുതിയൊരു ഹീറോയും വന്നത്. കാരണം ഇപ്പം നമ്മുടെ ബാന്ദ്രയിൽ പോലും തമന്നയായിട്ടാണ് ദിലീപേട്ടൻ കോമ്പിനേഷൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ മലയാളം അറിയാത്ത നടിമാര് വരുമ്പോൾ ചില ഇവർക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ഉച്ചാരണം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിപ്പോ പ്രശ്നമില്ല, കാരണം എല്ലാം ഈ ഡബിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലിപ്സിംഗ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. അവനൊക്കെ കറക്റ്റായിട്ട് എഴുതി പഠിച്ച് കറക്റ്റ് ലിപ്പാണ് അവര്. ആണല്ലേ? ലൈവിൽ അങ്ങനെ ഞെട്ടിച്ചൊരു ആർട്ടിസ്റ്റ് ആരായിരിക്കും അന്യഭാഷാ നടിമാരില്? തമന്നയുടെ കാര്യം ദിലീപേട്ടൻ പറഞ്ഞു. അതല്ലാതെ ഞെട്ടിച്ചതും ചിരിപ്പിച്ചതുമായിട്ടുള്ള നടിമാർ അങ്ങനെ, കാരണം അവർക്ക് പറ്റാഞ്ഞിട്ടാണ്, അവരുടെ ലാംഗ്വേജ് അതല്ലാഞ്ഞിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെന്റോ? അന്യഭാഷ ഞാൻ കൂടുതലും ഇത് പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അന്യഭാഷ നടികൾ വളരെ കുറവല്ലേ? പിന്നെ പണ്ട് മോഹിനിയൊക്കെ ആയിരുന്നു. മോഹിനിയൊക്കെ പിന്നെ കറക്റ്റായിട്ട് മലയാളം പറയുന്ന പോലെ, മലയാളം അധികം പറയൂല്ലെങ്കിലും ഒപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും. അതാണ് കാര്യം. ഞങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് സലീമേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇത്രയും നായികമാരെ കണ്ടില്ലേ, ഏറ്റവും ഭംഗിയുള്ള നായിക ആരാണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ മനസ്സിൽ, കാരണം കൊണിഷ്ടൊക്കെ അല്ലേ പറയത്തുള്ളൂ, ഒന്നും ആലോചിക്കാതെ എന്നോട് പറഞ്ഞു കാവ്യ മാധവൻ. ഞാൻ പറഞ്ഞു കാവ്യ ചേച്ചി,
ആണ് ഞാൻ കണ്ടതിൽ ഏറ്റവും സുന്ദരിയായ നടി കാവ്യാണ്. ഇത്രയും പറഞ്ഞതങ്ങ് നിർത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കാവ്യേച്ചിയുടെ ഭയങ്കര കട്ട ഫാൻസാണ്. ഇനി കാവ്യേച്ചിയുടെ ഒരു സിനിമ, ദിലീപേട്ടനുമായിട്ടൊരു സിനിമ നമുക്ക് ഉടനെ കാണാൻ പറ്റുമോ എന്തെങ്കിലും? അതുപോലത്തെ കഥാപാത്രങ്ങളൊക്കെ വന്നാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ആള് മഹാലക്ഷ്മിയുടെ പുറകെ ആണ്, അതിനൊരു രൂപത്തിലേക്ക് എടുക്കാനാന്ന് തോന്നുന്നു. തിരക്കാണ്. അല്ല, ഇത്രയും പേരുടെ മൈൽ സ്റ്റോണിൽ ദിലീപേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെയല്ല കാവ്യേച്ചി വരുമോ, കാവ്യേച്ചി കൊണ്ടുവരുമോ, ദേ പുട്ടല്ലേ. അപ്പൊ രണ്ടുപേരും ചേർന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ദിലീപേട്ടൻ തങ്കമണി അവരിവിടെ ഇല്ല, അവര് ഓസ്ട്രേലിയയിൽ പോയിരിക്കാം ആണ്, ചേട്ടനും ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങോട്ട് പോയിരിക്കാം. ഒരു ചെറിയ ആഗ്രഹം എല്ലാരും പറഞ്ഞാണ് ഫോൺ വഴിയെങ്കിലും ഒന്ന് നമുക്കൊരു സ്വരം കേൾക്കാനെങ്കിലും പറ്റുമോ, ദിലീപേട്ടൻ കംഫർട്ടബിൾ ആണെങ്കിൽ ചേച്ചിക്ക് ഒരു ഹൈ പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിച്ചൊരു ചോദ്യം. കാരണം ചേച്ചീനെ കാണാൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള വലിയ വിഷമമാണ്. ഇപ്പൊ ഞാൻ ഈ സമയത്ത് ഇപ്പൊ അവിടെ സമയം 1 മണിയായിട്ടുണ്ടാവും. ഈ സമയത്ത് നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് ഈ രാത്രിയിൽ? അത് കേൾപ്പിക്കാൻ വേണ്ടിട്ടല്ലേ രാത്രിയാണെങ്കിൽ വേണ്ട. ഇത് തുടങ്ങണേന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ട് വെച്ചത് കണ്ടല്ലേ? ഞാൻ മീനാക്ഷിയാന്ന് കരുതി ദിലീപേട്ടൻ. മീനാക്ഷിയോടും പറഞ്ഞു, കാവ്യോടും. അയ്യോ സത്യം കേട്ടോ. കാരണം തുടങ്ങുന്നതിന് മുമ്പ് ദിലീപേട്ടൻ ഞാൻ പറഞ്ഞ അച്ഛൻ കേറുകയാണ്, ഫോണ് അപ്പുറത്ത് കൊടുത്തേക്കാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഈശ്വര ഈ തിരക്കിനിടയിലും അത് ഭയങ്കരമായിട്ട്. അപ്പൊ അവര് ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നു, ഒരാൾ പിന്നെ നമ്മുടെ സമയം തന്നെയാണല്ലോ. നല്ലൊരു ഹൈ പറയാൻ ചേച്ചി പിന്നീട് ഒരു അവസരത്തിലാവാം, നമുക്ക് ഇരുന്ന് തന്നെ സംസാരിക്കാം. അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ തന്നെ ചിന്തിക്കാം. ഒന്ന് ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ചിട്ട് വെറുതെ നിങ്ങളത് സ്പീക്കറിലിടുകയും ചെയ്യും, വെറുതെ എന്തിന്? അല്ല, ഈ പറഞ്ഞ പോലെ ചേച്ചിയെ കൊണ്ടൊരു ദിവസം ഞങ്ങക്ക് ചേച്ചിയും ദിലീപേട്ടനെയും കൂടെ ഒന്ന് നിങ്ങൾക്ക് ഇപ്പൊ കടയിൽ കയറിയാ പോരെ, വീട്ടിൽ കയറോ? എന്നെ തല്ലുള്ളിക്ക് കേട്ടോ ഇന്ന്. മീനാക്ഷിയുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ദിലീപേട്ടൻ ഹൗസ് സർജൻസി ആണ്, ഏതാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്ന് എടുത്തോ ദിലീപേട്ട? അല്ല, ആള് ഡെർമറ്റോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡെർമറ്റോളജി, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട്. അതൊക്കെയാണല്ലോ നമുക്ക് ആവശ്യം. എന്തേലും പറഞ്ഞു തരുമോ ദിലീപേട്ടന് മീനാക്ഷി? അല്ല, അവള് പഠിച്ചോണ്ടിരിക്കല്ലേ, അവള് കൂടുതൽ അതിനെ കുറിച്ച് പഠിക്കട്ടെ. ഇത് പറയോ ദിലീപ് അച്ഛാ ഇങ്ങനെയാണ് ഫുഡ്, ഇത് കഴിക്കണം, അത് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാറുണ്ട് ഒന്നുമില്ല. ഞാനാണ് അവളോട് നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം, നീ വെള്ളം കുടിക്കണം. കാരണം ഇപ്പൊ ഹൗസ് സർജൻസി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടൈം ഇല്ലാത്ത പോലെ അവരെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവരെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, കുടിച്ചുള്ളിക്ക് എടുത്തോണ്ട് കുടിച്ചോ. അയ്യോ മുതലാളി ഹേ ഇസ്കാ മുതലാളി മാലിക് മാലിക് അതല്ലേ ഉദ്ദേശിച്ചതല്ലേ? മാലിക് മാലിക്ക, അതുകൊണ്ട് ഡോണ്ട് ടേക്ക്. കുഴപ്പമില്ല. എന്റെ ഇത് ഇതർമേ ഏക്ക് ആത്മീ ഹേ ഗിവ്. ഇടയ്ക്കിടയ്ക്ക് ഒരു പഴംപൊരി ഹസ്ബൻഡ്. മലയാളം അറിയാം. പിന്നെ ആൾക്ക് ചേട്ടാ നിങ്ങൾ പറഞ്ഞ ഹിന്ദി മനസ്സിലാവാത്തോണ്ട് പുള്ളി എടുത്തോണ്ട് പോയത്. അയ്യോ മലയാളം മാലും ചേട്ടാ എന്തെങ്കിലും പറയൂ. ഞാൻ ഇത് കൊണ്ടുവച്ചിട്ട് വരാന്ന് വന്ന് ഇവിടെ ഇരുന്ന് കാര്യങ്ങളാവട്ടെ. ഇനി ആണല്ലേ, ഞാൻ അവസാനം ഇങ്ങനെ ഇരിക്കേണ്ടി വരും എല്ലാം കേട്ട്.